ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് മോളെ കൂട്ടുകാരും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പം പിന്നെ പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അവർക്ക് ചായക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ നോക്കി. അപ്പം അതിന് മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടി, പഞ്ചസാര, മുട്ട, പിന്നെ എള്ളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കുറച്ച് നേരം വെച്ചിട്ടോ. അപ്പോഴത്തേന് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഓലക്കൊടിയൊക്കെ കത്തിച്ച് തീ കൂട്ടി. ചായയുടെ വെള്ളം ആദ്യം എന്നിട്ട് തിളപ്പിച്ച് വെക്കാമല്ലോ ചായ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി ആവണത് ആയിട്ട് നമുക്ക് അവർക്ക് ചായ ഒക്കെ കൊടുക്കാമല്ലോ. കുട്ടികൾ പിന്നെ ക്ഷീണിച്ച് വന്നതല്ലേ. ഇപ്പോൾ നേരത്തെ അവർക്ക് എന്താ കോളേജിൽ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്, കലോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കുട്ടികളാകെ ക്ഷീണിച്ച് വന്നതല്ലേ. അപ്പോൾ പിന്നെ അവരോട് ചോറ് വേണോ ചോദിച്ചപ്പോൾ അവർ ചോറൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചായയൊക്കെ തിളപ്പിച്ച് ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൈദപ്പൊടി ഇതങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ആവും എല്ലാവരും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കി ഇങ്ങനെ ആദ്യം സ്പൂൺ കൊണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കൈപ്രയോഗം തന്നെ നമ്മൾ എടുത്തിട്ടോ. അത് വീഡിയോ പിടിക്കലേ ചോദിച്ചിട്ട് സ്പൂൺ കൊണ്ടൊക്കെ ഇടാൻ നോക്കിയിട്ട് പിന്നെ അത് ഇട്ടതൊന്നും ശരിയായില്ല. പിന്നെ ഞാൻ അങ്ങനെ അത് ഓരോന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മോളും പേരക്കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനായിട്ടുള്ള കുറച്ച് ജഗഭോഗമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കി അതൊക്കെ കോരിയിട്ട് അപ്പോൾ മോളെ വേറൊരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ ചായ കൊടുത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.